നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓട്ടോ ഡ്രൈവറുടെ ഇഷ്യൂ ഉണ്ടല്ലോ, നേരത്തെ ആ ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ച ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേസാവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അതാണ് കാണുന്നത്. മലപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിലെ ദൃശ്യങ്ങളാണ്. അബ്ദുൾ ലത്തീഫിനെ ഇവിടെ ബസ് ജീവനക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബസ്സിൽ സ്വാഭാവികമായും അവരുടെ കൈവശം ഉണ്ടാകുന്ന ചില ആയുധങ്ങൾ ഉണ്ടല്ലോ. കാരണം ഈ സ്വകാര്യ ബസ് ജീവനക്കാർ എവിടെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ ഏത് വഴക്കിന് ബസ്സിൽ നിന്നിറങ്ങിയാലും അവരെ ആയുധം കയ്യിലെടുക്കും, ടൂൾ എടുക്കും. ആ ടൂൾ തന്നെ ആയിരിക്കാം ഇവിടെ ഈ ഘട്ടത്തിലും ഉണ്ടാവുക. ഇത് നമ്മൾ ഓർക്കേണ്ടത് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ ഈ ഓട്ടോ സവാരിക്കുള്ളവരെ കയറ്റി ആ ഓട്ടോറിക്ഷ കുറേ ദൂരം മുന്നോട്ട് വരുമ്പോൾ ഈ ബസ് ആ ഓട്ടോയെ പിന്തുടർന്ന് വന്ന് ഒരു ഭാഗത്ത് വെച്ച് ആ ബസ് ഈ ഓട്ടോയുടെ മുന്നിൽ കയറ്റി നിർത്തി അതിനുശേഷം ജീവനക്കാർ ഇറങ്ങി ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ആ മർദ്ദനത്തിന് ശേഷം ഈ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് ആശുപത്രിയിൽ എത്തിയപ്പോൾ ആണ് ലത്തീഫ് കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അപ്പോൾ ഇനിയും മരണകാരണമായത് എന്താണ് എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഉറപ്പാണ് നല്ല മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. കൂട്ടം ചേർന്ന് മർദ്ദനമുണ്ട്. 1-2 പേര് 3-4 പേർ ചേർന്ന് ലത്തീഫിനെ മർദ്ദിക്കുന്നുണ്ട്. പിടിച്ചു വെച്ച് വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ നൽകും. വിപിൻ, ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതിക്രൂര മർദ്ദനത്തിന് അദ്ദേഹം ഇരയായിട്ടുണ്ട്. ഏതാണ്ട് ഒരു സംഘം വളഞ്ഞു നിർത്തി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. പോലീസിന് ഈ മർദ്ദന ദൃശ്യങ്ങളിലുള്ളവർ തന്നെയാണോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്? അതെ വിജയകുമാർ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ളവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് 10 മണിയോട് കൂടിയാണ് വടക്കേമണ്ണ എന്നുള്ള സ്ഥലത്ത് വെച്ച് ഈ ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ സ്വകാര്യ ബസ് നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ജീവനക്കാർ ഇപ്പോൾ ഈ അബ്ദുൾ ലത്തീഫിനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതിന് കൃത്യമായിട്ടുള്ള തെളിവാവുകയാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഒപ്പം തന്നെ അവിടെ നാട്ടുകാർ കൂടുകയും ഇവരെ പിടിച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ക്രൂരമായിട്ടുള്ള മറ്റൊരു വലിയ മർദ്ദനത്തിലേക്ക് അത് പോയില്ല എന്ന് വേണം കരുതാൻ. കാരണം നമുക്കവിടെ കാണാൻ സാധിക്കും, നാട്ടുകാരൊക്കെ ചേർന്നാണ് അവരെ പിടിച്ചു മാറ്റുന്നത്. ഒരു 3 പേർ ഉണ്ടായിരുന്നു, അതായത് ക്ലീനറും കണ്ടക്ടറെയൊക്കെ അതിലെ കൃത്യമായി തന്നെ കാണാം. അതിൽ ഒരാളുടെ കയ്യിൽ ഒരു ടൂളുണ്ട്. അത് അബ്ദുൾ ലത്തീഫ് പിടിച്ച് വെക്കുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടൂള് എടുത്തുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ ടൂൾ കൊണ്ടുള്ള അടി ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ദൃക്സാക്ഷികൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതൊരു ചെറിയ മർദ്ദനം അല്ല എന്നുള്ളത് കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിനുശേഷം സ്വയം ഓട്ടോറിക്ഷ ഓടിച്ച ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമുള്ള മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിലും അത് മരണം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിന് കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഒരു പ്രകോപനം, ഈ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രകോപനം എന്ന് പറയുന്നത് ബസ്സിനുള്ളിലേക്ക് ബസ്സിൽ കയറേണ്ട യാത്രക്കാരെ ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നുള്ളത് ചുറ്റും ആൾക്കാർ കണ്ടു നിൽക്കുന്നുണ്ട്. അവിടെ ചുറ്റും ആൾക്കാർ കണ്ടു നിൽക്കുന്നുണ്ട്. ആ ബസ്സിനകത്ത് നിറയെ ആളുണ്ട്. ഇവിടെ 3-4 പേര് കൂടി ഒരു പാവം മനുഷ്യനെ അടിക്കുക. കുറച്ചാളുകൾ പിടിച്ചു മാറ്റുന്നില്ല. നോക്കുന്നതാണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾ നിൽക്കുകയാണ്. അവിടെ 2-3 പേര് അടിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു എഫക്റ്റീവായി പിടിച്ചു മാറ്റാൻ പറ്റിയില്ല അവിടെ ആർക്കും, അല്ലേ വിപിൻ? അതെ, അവർ അപ്പോഴെങ്കിലും ഇടപെട്ടത് കൊണ്ട് കൂടുതൽ അടിയേറ്റില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അപ്പോഴേക്കും ആളുകൾ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് പിടിച്ചു മാറ്റാൻ സാധിക്കുമ്പോഴേക്കും ആ കണ്ടക്ടറൊക്കെ ഇപ്പുറത്തെ സൈഡിലൂടെ വന്ന് വീണ്ടും തല്ലുകയാണ്. ഇതിന് മാത്രമുള്ള ഒരു പ്രകോപനം ഇവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായിരിക്കും ഉത്തരം. കാരണം ഇതിൽ യാത്രക്കാരെ ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു മനുഷ്യനെ പട്ടാപ്പകൽ 10 മണിയോടുകൂടി ഇങ്ങനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത്. ഇത് വടക്കേമണ്ണയിൽ ഉണ്ടായതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അബ്ദുൾ ലത്തീഫിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണ കാരണത്തെ സംബന്ധിച്ച് ഒരു കൃത്യത വരികയുള്ളൂ. പക്ഷേ അവിടുത്തെ ദൃക്സാക്ഷികളും കൂടെ ഉണ്ടായിരുന്നവരും പറയുന്നത് കഴുത്തിന് കയറി പിടിച്ചു, നെഞ്ചത്തേക്ക് ചവിട്ടിയിട്ടുണ്ട്, കൂടാതെ തന്നെ ഒരു ടൂൾ ഉപയോഗിച്ച കഴുത്തിനെ ഒക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എത്രത്തോളം ഒരു മരണ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം അവിടെ ഏറ്റിട്ടുണ്ട്, ആ മനുഷ്യനെ മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 നൽകുന്നത്. ഞാൻ പറയുന്നത് ഓട്ടോയിൽ യാത്രക്കാരെ കയറ്റാ, അല്ലെങ്കിൽ പിന്നെ ഓട്ടോ എന്തിനാ ഇത് ഓട്ടോ യാത്രക്കാരെ കയറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവർക്കും അല്ല
പ്രശ്നമുണ്ടെങ്കിൽ പറയേണ്ട സ്ഥലത്ത് പോയി പറയണം. അല്ലാതെ ഇത് റോഡിൽ രാവിലെ പട്ടാപ്പകൽ ഇത്തരത്തിൽ ഗുണ്ടായസം കാണിക്കുന്നതാണോ? അതന്നെ ആ ബസ്സിലാണെങ്കിൽ നിൽക്കാൻ പോലും ഇടയില്ലാത്ത തരത്തിൽ നിറയെ ആളുകളുണ്ട്. എന്നിട്ട് കൂടുതൽ ആളുകളെ കേട്ടാൻ വേണ്ടി ആയിരിക്കണമല്ലോ അങ്ങനെ തന്നെ ഓട്ടോറിക്ഷ ആളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഈ സ്വകാര്യ ബസ്സുകൾ ഈ ഗുണ്ടായിസം കാണിക്കുന്നു. അപ്പോൾ ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ താനൂർ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇത് മറ്റു പലയിടത്തും ആവർത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വിശദമായ പരിശോധന ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഈ നിലയിൽ ഇങ്ങനെ ബസ് ജീവനക്കാർക്ക്, സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നടു റോഡിൽ ഇങ്ങനെ ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം എന്താണ്, അതിനാരുടെ പിൻബലമുണ്ടെന്നൊക്കെ അറിയേണ്ടതുണ്ട്. എറണാകുളത്തൊക്കെ സ്വകാര്യ ബസ്സുകളിൽ മത്സര ഓട്ടം നടത്തുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഈ ബസ്സുകളുടെ ഉടമസ്ഥരിൽ പലരും ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയാണ്. അത് ബിനാമി പേരുകളിൽ അവരാണ് ഈ ബസ്സിൻ്റെ ഉടമസ്ഥർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം പരിശോധനകൾ എറണാകുളത്ത് ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് കരുതാൻ കഴിയില്ല. എറണാകുളത്ത് ഇപ്പോഴും ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം പതിവാണ്. അതിന് ഇരകളാകാറുണ്ട് ജനങ്ങളും നാട്ടുകാരുമൊക്കെ. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് മാത്രമല്ല വിജയകുമാർ, ഇതിനകത്ത് അന്വേഷണം എത്രമാത്രം പോലീസ് കാര്യക്ഷമമാക്കിയിട്ടുണ്ട്, പോലീസിന്റെ ഇടപെടൽ എങ്ങനെയുണ്ട് വിപിൻ സി വിജയൻ? SKN ഇതിലിപ്പോൾ 3 പേരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. PTB എന്നുള്ള ബസ്, അതായത് മഞ്ചേരിയിൽ നിന്ന് തിരൂരിലേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സാണ് PTB. അതിലുള്ള 3 ജീവനക്കാരാണ് ഇത്തരത്തിൽ 10 മണിയോട് കൂടി അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഇത്തരത്തിൽ തല്ലിയിരിക്കുന്നത്. ക്രൂരമായ